അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസികളെ, പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനമായി നമ്മുടെ പള്ളികളിലെ നമ്മളൊക്കെ നിസ്കരിക്കുന്ന നമ്മുടെ സമുദായത്തിലെ ഏറ്റവും അടയാളമായിട്ട് തലയെടുപ്പോടെ ഉയർത്തി നിൽക്കുന്ന നമ്മുടെ പള്ളികൾ, ഈ പള്ളികളിൽ നിന്ന് ഉയരുന്ന ബാങ്കുലികൾ, അത് ഏത് സന്ദർഭത്തിലും നമ്മളതിന് അഭിമാനപൂർവമാണ് നമ്മളതൊക്കെ ഉൾക്കൊള്ളുന്നത്. എന്നാൽ ചില യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പള്ളികളിൽ നിന്ന് ഉയരുന്ന ശബ്ദം വല്ലാതെ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അതായത് ബാങ്കിലൊതുങ്ങല്ല. പല പള്ളികളിലും ഇഖാമത്തും മൈക്കിലാണ്. ഇഖാമത്ത് മാത്രമല്ല, മഗ്‌രിബിൻ്റെ സമയം, ചില പള്ളികളിലെങ്കിലും സുബഹിൻ്റെ സമയം ഒക്കെ പുറത്തേക്ക് ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു ഈമാനികമായ ഒരവസ്ഥയിൽ, ഇപ്പോൾ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ, നമുക്കതൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കും. നമ്മളൊരു മതേതര സമുദായത്തിൽ മറ്റു ജനങ്ങളൊക്കെ തിങ്ങി പാർക്കുന്ന ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കാരണം ഹാർട്ട് പേഷ്യൻസ് ഉണ്ട്. ഈ വലിയ ശബ്ദത്തോടു കൂടി ഉച്ചഭാഷണിയിൽ നമ്മൾ മുഴക്കുമ്പോൾ അടുത്തുള്ള ഗർഭിണികളായ സ്ത്രീകളുണ്ട്, ഉറങ്ങേണ്ടവരുണ്ട്, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഉറങ്ങുന്നവരുണ്ട്, പല തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട്, അവർക്ക് നേരത്തെ എഴുന്നേറ്റ് പോകാൻ സാധിക്കാത്തവരുണ്ട്, നേരത്തെ ഉറങ്ങേണ്ടവരുണ്ട്. അവർ നമ്മളെപ്പോലെ സുബഹിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കേണ്ടവരായിരിക്കില്ല, അവർ നൈറ്റ് ഡ്യൂട്ടി വന്ന് ഉറങ്ങുന്നവരാകാം. അപ്പം നമ്മൾ ഇന്ന് അതിര് കടന്നിട്ട് ഓരോരോ പ്രത്യേക ദിനങ്ങളിലും വിശേഷപ്പെട്ട ദിനങ്ങളും പുതിയ പുതിയ വിശേഷ ദിനങ്ങൾ ഉണ്ടാക്കുക. പിന്നെ ബിദഅത്തിൻ്റെ വേറെ വഴിയുണ്ട്, അത് വേറെ വിഷയമാണ്. പക്ഷേ അങ്ങനെ ഒരുപാട് ചടങ്ങുകൾ ഉണ്ടാക്കുകയും എല്ലാ നല്ല ഉദ്ദേശമാണ്, നിയ്യത്ത് ശരിയാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർക്ക് പ്രയാസകരമാകരുതല്ലോ. റോഡിലൂടെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ റോഡിൽ ഉള്ള വഴിയിലെ ഒരു ഉപദ്രവം നമ്മൾ നീക്കുകയാണെങ്കിൽ ആ ഉപദ്രവം നീക്കുന്നതിലൂടെ നമ്മൾ വിശ്വാസത്തിൻ്റെ 70-ാമത്തെ ശാഖയാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കല്ലേ. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കരുത്. അപ്പം ബാക്കിയുള്ളവരൊക്കെ റാലി നടത്തുന്നില്ലേ, നമുക്കെന്താ റാലി നടത്തിയാൽ? ബാക്കിയുള്ളവരൊക്കെ പ്രഭാഷണങ്ങൾ നടത്തുന്നില്ലേ? അവരൊക്കെ അവരുടെ അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും മറ്റ് പരിപാടികളും അവരുടെ ആരാധനാലയങ്ങളിൽ നിന്നും എത്ര ശബ്ദങ്ങളും പരിപാടികളും പുറത്തേക്ക് വരും. നമ്മൾ മാത്രം എന്തിനാ ഇങ്ങനെ? നമ്മളെ മാത്രം എന്താ? നമ്മളല്ലല്ലോ അവരല്ലല്ലോ നമ്മൾ. അവിടെയാണ് നമ്മളായി മാറേണ്ടത്. നമ്മൾ ഈ ജനത്തിന് വേണ്ടി ഖൈർ ഉമ്മത്താണ്. ഈ ഒരു കാര്യത്തെ, ഇത് പൊതുജനങ്ങൾ, എൻ്റെ ഈ സംസാരത്തെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായ ആളുകളിലേക്കും നിങ്ങളുടെ മഹല്ലുകളിലേക്കും നിങ്ങളുടേതായ കമ്മിറ്റികളിലും മീറ്റിങ്ങുകളിലും ചർച്ചകളിലും സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ ഇത് സംസാരം ഉണ്ടാവണം. എന്നിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. കാരണം ഇത് എല്ലാ നാടുകളിലും നമ്മളൊരു മതേതര രാജ്യത്താണുള്ളത്. ഇനി മതത്തിൻ്റെ പേരിലാണെങ്കിലും മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പാർട്ടി ഗ്രാമങ്ങളായിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും ചില ഏരിയകളിലൊക്കെ. പല മുസ്ലിങ്ങളും തിങ്ങിപ്പാർക്കുന്ന, എങ്കിലും അവിടെ ഈ ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു ഉച്ചഭാഷിണി പ്രയോഗം, നമ്മുടെ ലൗഡ് സ്പീക്കർ, ബാങ്കിനെ പറ്റിയല്ല കേട്ടോ പറയുന്നത്. ബാങ്ക് കൊടുത്തോട്ടെ, അത് ഈ ഗവൺമെൻറ്റും എല്ലാ രാജ്യത്തും അത് അനുവദിച്ചു തന്ന സംഗതിയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ അതിര് കടന്ന് വയലുകളും പരിപാടികളും മറ്റു ദിക്റുകളും അതല്ലാത്ത ദിക്റുകളും പുതുതായി വരുന്ന ഓരോ ഉസ്താദുമാർ പള്ളിയിൽ കൊണ്ടുവന്ന ഇന്നോവേറ്റീവായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള ബിദഅത്തുകളായിട്ടുള്ള പുതിയ അത് ബിദഅത്ത് തന്നെ പറയണതിന്. കാരണം അതിൻ്റെ ഒരു ആവശ്യമില്ല. അത് ഓക്കെ, ഇനിയിപ്പോൾ ഒരു ഉസ്താദ് പുതിയൊരു ദിക്ർ ഹൽക്ക ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ പുതിയൊരു സംവിധാനം അവിടെ തുടങ്ങിക്കോട്ടെ, പള്ളിയുടെ ഉള്ളിലാവട്ടെ. ഇതെന്തിന് പൊതുജനം സഹിക്കണം? ഈ ഒരു വിഷയത്തെ നിങ്ങളുടെ മുമ്പിലേക്ക്, ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അത് മറ്റുള്ളവർക്ക് ഒരു പ്രയാസമുള്ള ഒരു ശബ്ദവും നമ്മുടെ ബാങ്ക് മതി, അത് തന്നെ ധാരാളമാണ്. ഇനി പോട്ടെ, 2 പെരുന്നാളിന് തെക്ബീർ, നമ്മുടെ 2 ദിവസങ്ങളല്ലേ ഉള്ളൂ, അത് മതി. അതിൻ്റെ പുറമേക്ക് ഒരു കാരണവശാലും മറ്റ് ശബ്ദങ്ങളില്ലാതിരിക്കാൻ നമ്മൾ ഓരോ മഹല്ലത്തുകളും ജാഗ്രത പാലിക്കണം. നമ്മളൊരിക്കലും ഒരാളുടെ ശാപം ഏറ്റുവാങ്ങരുത്. നമ്മൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ആ ഒരു ശബ്ദം തന്നെ അവരെത്രത്തോളം ആദരവോടുകൂടി അതിനെ സ്വീകരിക്കുന്നത്. പക്ഷേ പിന്നെയും ദിക്റുകളാകുമ്പോൾ
മനുഷ്യർക്ക് മടുത്തു. പ്രത്യേകിച്ച് രാത്രി ഉറങ്ങുന്ന സമയം രാത്രി 9-10 മണിക്ക് ശേഷം പിന്നെ ഘോരഘോരം പല ദിക്റുകളും പള്ളികളിൽ നിന്ന് ഉയരുക. പിന്നെ മനുഷ്യൻ ഉറങ്ങുന്ന സമയം 3 മണി 4 മണിക്ക് ആവേശം വിശേഷപ്പെട്ട ദിവസമായിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് വിശേഷപ്പെട്ട ദിവസം, അവർക്കതില്ലല്ലോ, അവരുറങ്ങുന്ന സമയമല്ലേ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വിഷയം വളരെയധികം ശ്രദ്ധിക്കുകയും എല്ലാ ഇടങ്ങളിലും എല്ലാ മഹല്ലുകളിലേക്കും ഈ വിഷയം എത്തിക്കുകയും നമ്മൾ ഈ ഉമ്മത്തിന് വേണ്ടി, ഈ മൊത്തം ലോകത്തെ ജനങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും നമ്മുടെ ഭാഗത്ത്, അത് റാലിയാവട്ടെ, സംസാരമാവട്ടെ, വാക്കുകളാവട്ടെ, ഒരു തരത്തിലും നമ്മളിൽ നിന്ന് അവർക്കൊരു പ്രയാസം ഉണ്ടാകരുത് എന്ന കാര്യം ഊന്നി പറയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തെ, അള്ളാഹുവേ ഉമ്മത്തിന് അനുഗ്രഹിക്കണേ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.